ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മുന്നണിയാണ് SDPIയുടെ വളർച്ചയും അതുപോലെ തന്നെ ജില്ലയിലാകെ SDPI നേടിയെടുത്തിരിക്കുന്ന സീറ്റുകൾ പല സ്ഥലങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് SDPIയുടെ ഒരു ഇടപെടലിലൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി SDPI ജില്ലാ സെക്രട്ടറി അജ്മലാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ള ഒരു പ്രത്യേകത കൂടി SDPIക്ക് എങ്ങനെ കാണുന്നത്? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 13 സീറ്റുകളാണ് ആലപ്പുഴ ജില്ലയിൽ. ഇപ്രാവശ്യം ഗ്രാമസഭകളിൽ 13 സീറ്റും ആലപ്പുഴ നഗരസഭയിൽ ഒരു സീറ്റും ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണഞ്ചേരി ഡിവിഷനിൽ നിന്ന് ഒരു സീറ്റ് ഉൾപ്പെടെ 15 സീറ്റുകൾ വളരെ മികച്ച പ്രകടനത്തോടുകൂടി നേടിയെടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി പല പഞ്ചായത്തുകളിലും പാർട്ടിക്ക് പുതുതായി അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അരൂര് മണ്ഡലത്തിലെ അരൂക്കുറ്റി പഞ്ചായത്തിൽ പാർട്ടി ഇത്തവണ മുന്നേറ്റം നടത്തി ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാവേലിക്കര മണ്ഡലത്തിലെ താമരക്കുളം പഞ്ചായത്ത്, വള്ളികുന്നം പഞ്ചായത്തുകളിലും പാർട്ടി ഇത്തവണ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പഞ്ചായത്തുകളിൽ പാർട്ടിയുടെ തീരുമാനവും വളരെ നിർണായകമായ ഘട്ടത്തിലാണുള്ളത്. കാരണം അരൂക്കുറ്റി പഞ്ചായത്തിൽ LDF 7, UDF 7, SDPI 1, BJP 1 എന്ന നിലയിലാണ് നിലവിലെ അവസ്ഥയുള്ളത്. അവിടെ SDPI എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും ഭരണത്തെ തീരുമാനിക്കുന്ന നിലയിലേക്ക് മാറ്റപ്പെടും. മാത്രമല്ല പല സ്ഥലങ്ങളിലും SDPIയുടെ ഒരു ഇടപെടൽ നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭ ഉൾപ്പെടെയുള്ളിടത്താണെങ്കിലും ഒരു തുലാസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് മുന്നണിയോടൊപ്പം ചേരാനായിരിക്കും കൂടുതൽ സാധ്യത? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത് BJP ഒഴികെയുള്ള മറ്റാരുമായും സഹകരിക്കുന്നതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു തടസ്സവുമില്ല. പാർട്ടിയുടെ പോളിസി ഒരു തടസ്സവും പറയുന്നില്ല. സ്വാഭാവികമായും പാർട്ടിനെ പല ആളുകളും പാർട്ടി നേതൃത്വങ്ങളുമായി ഇരു മുന്നണികളുടെയും ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നണി സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ പാർട്ടി ഈ 15 സീറ്റുകളും നേടിയിരിക്കുന്നത് SDPI ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ടാണ് എന്നതുകൂടി ഈ ഒരു വിജയത്തിന് തിളക്കം ഏറുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത്, കഴിഞ്ഞ തവണ പാർട്ടിക്ക് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ 4 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 6ആയി വർദ്ധിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് അമ്പലപ്പുഴ പഞ്ചായത്ത്. അവിടെ നിലവിൽ LDF 9, SDPI 6, അതുപോലെ തന്നെ UDF 3, വെൽഫെയർ പാർട്ടി 1 എന്ന നിലയിലാണ് അവിടുത്തെ കക്ഷിനില. തീർച്ചയായിട്ടും SDPI ഒരു തീരുമാനമെടുക്കുന്ന നിർണായകമായ ഒരു സ്ഥാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ നഗരസഭയിലെ മുല്ലാത്ത വാർഡാണ് നമ്മുടെ സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 99 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ 2294 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതിൽ ഏകദേശം 1067 വോട്ടുകൾ നേടിക്കൊണ്ട് 464 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെയും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മികച്ചൊരു മുന്നേറ്റവുമായാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടി നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന ഒരു അനുഭവമാണ്. പാർട്ടിയുടെ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതായത് തീരുമാനങ്ങളും ചർച്ചകളും? പാർട്ടി സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അതാത് പ്രാദേശിക ഘടകങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയങ്ങളിൽ പാർട്ടിയിൽ നിന്നുണ്ടാകും. അമ്പലപ്പുഴയിൽ അടക്കം ഇത്തവണ SDPIയുടെ വളർച്ച വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ കൂടുതൽ തീരുമാനങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് നേതൃത്വങ്ങൾ പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാമിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.